ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു വേ ടു കോമേഴ്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മളിതൊരു കണ്ടിന്യൂഷൻ വീഡിയോ ആണ്. Ind AS 12 കണ്ടിന്യൂഷനാണ്. ഇൻകം ടാക്സ് ആണ് Ind AS 12 നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഇൻകം ടാക്സിലെ കണ്ടിന്യൂഷനാണ്. Ind AS 12 കണ്ടിന്യൂഷനാണ് ഈ വീഡിയോ. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്കൗണ്ടിങ് പ്രോഫിറ്റും ടാക്സബിൾ പ്രോഫിറ്റും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് രണ്ട് തരത്തിലുള്ള ഡിഫറൻസാണ്. പെർമനൻറ്റ് ഡിഫറൻസും ദെൻ ടെമ്പററി ഡിഫറൻസും. പെർമനൻറ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ടാക്സബിൾ പ്രോഫിറ്റിൻ്റെ കാൽക്കുലേഷന് വേണ്ടിയിട്ട് ചില ഐറ്റംസ്, റവന്യൂ ഐറ്റംസ്, എക്സ്പെൻസ് ഐറ്റംസ് എന്ത് ചെയ്യുന്നുണ്ട്, എടുക്കാത്തത് അക്കൗണ്ടിങ് പ്രോഫിറ്റ് എടുക്കുമ്പോൾ എടുക്കുന്നുണ്ട്. അങ്ങനെ ആ കാൽക്കുലേഷനിൽ വരുന്ന ഡിഫറൻസ്, ഓക്കെ, അത് പെർമനൻറ്റ് ഡിഫറൻസ് ആണ്, അത് റിക്കവർ ചെയ്യാൻ പറ്റില്ല. എന്നാൽ ടെമ്പററി ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അക്കൗണ്ടിങ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത് കമ്പനീസ് ആക്ട് പ്രകാരവും ടാക്സബിൾ പ്രോഫിറ്റ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ഇൻകം ടാക്സ് ആക്ട് 1961 പ്രകാരവുമാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷനിൽ വരുന്ന ചെറിയ വ്യത്യാസങ്ങൾ, അതായത് ഇപ്പോൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ഇൻകം ടാക്സ് ആക്റ്റിൽ വേറെ കാൽക്കുലേഷനാണ്, കമ്പനീസ് ആക്റ്റിൽ എങ്ങനെയാണ് വേറെ കാൽക്കുലേഷനാണ് വരുന്നത്. പിന്നെ അതേപോലെ ഡിസ്അലവൻസ് ഓഫ് സർട്ടൻ എക്സ്പെൻഡിച്ചർ വിച്ച് ആർ ഫർദർ അലൗഡ് ഇൻ സബ്സിക്വൻറ്റ് ഇയേഴ്സ് ഓൺ പേയ്മെൻറ്റ് ബേസിസ്. അതായത് ചില കേസിൽ ഡിസ്അലവൻസ് ആയിട്ടുള്ള, അപ്പോൾ ഇൻകം ടാക്സ് ആക്റ്റിൽ ഡിസ്അലവൻസ് ആയിരിക്കും അത്, എന്നാൽ അത് കമ്പനീസ് ആക്ട് വരുമ്പോൾ അക്കൗണ്ടിങ് പ്രോഫിറ്റ് കാണുന്ന കമ്പനീസ് ആക്റ്റിൽ എന്തായിരിക്കും, അലൗഡ് ആയിരിക്കും. പിന്നീട് അത് എന്ത് ചെയ്യുന്നതായിരിക്കും, സെറ്റിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ടെമ്പററി ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സബ്സിക്വൻ്റ് ആയിട്ട് പിന്നീട് അത് സെറ്റിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്നുകിൽ അത് റിക്കവർ ചെയ്യുക, അല്ലെങ്കിൽ അത് സെറ്റിൽ ചെയ്യുക. ഓക്കെ, പെർമനൻറ്റ് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ പെർമനൻ്റ് ആണ്, സ്ഥിരമായിട്ടുള്ളതാണ്. അപ്പോൾ അത് എന്ത് ചെയ്യാൻ പറ്റില്ല, റിക്കവർ ചെയ്യാൻ പറ്റില്ല. ടെമ്പററി ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ റിക്കവർ ചെയ്യാൻ പറ്റുന്നതാണ് സബ്സിക്വൻറ്റ് ഇയേഴ്സിൽ. ഓക്കെ, അപ്പോൾ ടെമ്പററി ഡിഫറൻസിനെ കുറിച്ചിട്ടാണ് ഇനി കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് ഉണ്ട്, ടാക്സബിൾ ആയിട്ടുള്ള ടെമ്പററി ഡിഫറൻസ്. ദീസ് ആർ ടെമ്പററി ഡിഫറൻസസ് ദാറ്റ് വിൽ റിസൾട്ട് ഇൻ ടാക്സബിൾ എമൗണ്ട്സ് in determining taxable profit of future periods when the carrying amount of the asset or liability is recovered or settled. അതായത് ഫ്യൂച്ചർ പീരിയഡ്സിൽ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ടെമ്പററി ഡിഫറൻസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ അസറ്റിൻ്റെയും ലയബിലിറ്റീൻ്റെയും ഒക്കെ ക്യാരിയിങ് എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫ്യൂച്ചർ പീരിയഡിൽ റിക്കവർ ചെയ്ത് എടുക്കാവുന്നതാണ്. ഫോളോയിങ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് സർക്കംസ്റ്റാൻസസ് ദാറ്റ് ഗിവ് റൈസ് ടു ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ്. ഇനി കുറച്ച് സിറ്റുവേഷൻസ് ആണ് നമുക്ക് നോക്കാം. ട്രാൻസാക്ഷൻ അഫക്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെയും ബാലൻസ് ഷീറ്റിനെയും എഫക്റ്റ് ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് ഉണ്ട്. ആദ്യം നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസിനെ എഫക്റ്റ് ചെയ്യുന്ന ട്രാൻസാക്ഷൻ നോക്കാം, ടെമ്പററി ഡിഫറൻസ് ആയിട്ട് വരാൻ സാധ്യതയുള്ളത് നോക്കാം. ഇൻട്രസ്റ്റ് റവന്യൂ റിസീവ്ഡ് ഇൻ അരിയേഴ്സ് ആൻഡ് ഇൻക്ലൂഡഡ് ഇൻ അക്കൗണ്ടിംഗ് പ്രോഫിറ്റ് ഓൺ ദ ബേസ് ഓഫ് ടൈം അപ്പോർഷൻമെൻറ്റ്. ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ടാക്സബിൾ പ്രോഫിറ്റ്. ഓക്കെ, അതായത് ഇൻട്രസ്റ്റ് റവന്യൂ റിസീവ്ഡ് ഇൻ അരിയേഴ്സിൽ, അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇൻട്രസ്റ്റ് റവന്യൂ റിസീവ്ഡ് ഇൻ അരിയേഴ്സ് കിട്ടാനുള്ളതാണ് അല്ലേ. അത് എന്തിൽ ഉൾപ്പെടും, അക്കൗണ്ടിങ് പ്രോഫിറ്റിൽ ഉൾപ്പെടുന്നതാണ് ഓൺ ദ ബേസ് ഓഫ് ടൈം അപ്പോർഷൻമെൻറ്റിൽ. ഓക്കെ, പക്ഷെ അത് ക്യാഷ് ആയിട്ട് വന്നാലാണ് ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ടാക്സബിൾ പ്രോഫിറ്റിൽ. അപ്പോൾ അത് ക്യാഷ് ആകുമ്പോൾ ടാക്സബിൾ പ്രോഫിറ്റിലും എന്ത് ചെയ്യും, ഉൾപ്പെടും. പിന്നെ ഇപ്പോൾ അത് ഉൾപ്പെടുന്നില്ലെന്നേ ഉള്ളൂ, പിന്നീട് അത് എന്ത് ചെയ്യും, ഉൾപ്പെടുന്നതാണ്. അപ്പോൾ നമുക്കത് ഫ്യൂച്ചറിൽ സെറ്റിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ സെയിൽ ഓഫ് ഗുഡ്സ് റവന്യൂ ഈസ് ഇൻക്ലൂഡഡ് ഇൻ അക്കൗണ്ടിങ് പ്രോഫിറ്റ് വെൻ ദ ഗുഡ്സ് ആർ ഡെലിവേർഡ് ബട്ട് ഇൻക്ലൂഡഡ് ഇൻ ടാക്സബിൾ പ്രോഫിറ്റ് ഓൺലി വെൻ ക്യാഷ് ഈസ് റിസീവ്ഡ്. നോക്കാം, ഈ ഗുഡ്സിൻ്റെ റവന്യൂ അല്ലേ, ഗുഡ്സ് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ ആ ഗുഡ്സ് ഡെലിവേർഡ് ആയ ഉടനെ തന്നെ അക്കൗണ്ടിങ് പ്രോഫിറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ്. എന്നാൽ ഗുഡ്സ് ഡെലിവേർഡ് ആയിട്ടുള്ളൂ, അതിന് ക്യാഷ് പേയ്മെൻറ്റ് നടന്നിട്ടില്ല, ക്യാഷ് റിസീപ്റ്റ് കിട്ടിയിട്ടില്ല. ഗുഡ് ഡെലിവേർഡ് ആയ ഉടനെ തന്നെ അക്കൗണ്ടിങ് പ്രോഫിറ്റിൽ ഉൾപ്പെടും, എന്നാൽ അതിൻ്റെ ക്യാഷ് കിട്ടിയാൽ മാത്രമേ ടാക്സബിൾ പ്രോഫിറ്റിൽ ഉൾപ്പെടുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഗുഡ്സ് ഡെലിവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ടാക്സ് കിട്ടുമല്ലോ, അപ്പോൾ അതെന്ത് ചെയ്യും, ഫ്യൂച്ചറിൽ സെറ്റിൽ ചെയ്യും. അപ്പോൾ ഇതാണ് പറയുന്നത് ടെമ്പററി ഡിഫറൻസ് എന്ന് പറയുന്നത്. അതായത് അക്കൗണ്ടിങ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് കമ്പനീസ് ആക്റ്റും ടാക്സബിൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻകം ടാക്സ് ആക്റ്റുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ വരുന്ന കുറച്ച് വ്യത്യാസങ്ങളുണ്ട്, അതാണ്. അപ്പോൾ ഈ ടെമ്പററി ഡിഫറൻസ് എന്ന് പറയുന്നത് ചെറിയ ഒരു വ്യത്യാസമേ ഉണ്ടാവുള്ളൂ. കറണ്ട് ഇയറിൽ, സബ്സിക്വൻറ്റ് ഇയേഴ്സിൽ അത് സെറ്റിലായി പോകും, പെർമനൻ്റ് അല്ല. അതാണ് ടെമ്പററി ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി ഡിപ്രീസിയേഷൻ ഓഫ് ആൻ അസറ്റ് ആക്സിലറേറ്റഡ് ഫോർ ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ട് ഒരു അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യാം, കൂട്ടാം.
Then the next, development cost which have been capitalized will be amortized in profit or loss, but they were deducted in full from taxable profit in the period in which they were incurred. അല്ലേ? അപ്പോൾ ഈ ഒരു കേസ് വരുമ്പോൾ ഡെവലപ്മെൻറ്റ് കോസ്റ്റ് വിച്ച് ഹാവ് ബീൻ ക്യാപിറ്റലൈസ്ഡ് വിൽ ബി അമോർട്ടൈസ്ഡ്. അതായത് ക്യാപിറ്റലൈസ് ചെയ്ത ഡെവലപ്മെൻറ്റ് കോസ്റ്റ് എന്ത് ചെയ്യണം? അമോർട്ടൈസ് ചെയ്യണം. അപ്പോൾ അത് ഏതിൽ ഉൾപ്പെടും? നമ്മുടെ അക്കൗണ്ടിങ് പ്രോഫിറ്റിൽ അപ്പം തന്നെ അത് ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. എന്നാൽ അത് കംപ്ലീറ്റ് ആയിട്ട് അത് ഇൻക്വയർ ആവുന്ന സമയത്താണ് ടാക്സബിൾ ഫോമിൽ അത് എന്ത് ചെയ്യുന്നുള്ളൂ? ഉൾപ്പെടുന്നുള്ളൂ. ഓക്കെ, ഇനി ബാലൻസ് ഷീറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് ഏതാണെന്ന് നോക്കാം. നോ ഡിഡക്ഷൻ ഫോർ ഡിപ്രീസിയേഷൻ വിൽ ബി അവൈലബിൾ ഫോർ ടാക്സ് പർപ്പസ് വെൻ അസറ്റ് സോൾഡ് ഓർ സ്ക്രാപ്പ്ഡ്. അസറ്റ് വിറ്റ് കഴിഞ്ഞാൽ അല്ലെ, അസറ്റ് വിറ്റ് കഴിഞ്ഞ അസറ്റിൻ്റെ മേലെ ഡിപ്രീസിയേഷൻ കാണാൻ പറ്റില്ലല്ലോ. ഇല്ല. അതായത് സ്ക്രാപ്പായിട്ടുള്ള, അതായത് പൊട്ടിപ്പൊളിഞ്ഞ് പോയിട്ടുള്ള അസറ്റിൻ്റെ മേലെയോ അല്ലാന്നുണ്ടെങ്കിൽ വിറ്റ് പോയ അസറ്റിൻ്റെ മേലെയോ എന്ത് ചെയ്യാൻ പറ്റില്ല? ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ട് ഡിപ്രീസിയേഷൻ ഡിഡക്റ്റ് ചെയ്യാൻ പറ്റില്ല. Then a borrower reports a loan at proceeds received. Okay, amount due to maturity less transaction cost. അതായത് ബോറോവറിൻ്റെ അല്ലേ, ബോറോവർ എന്ത് ചെയ്യണം? ഒരു ലോണ് പ്രൊസീഡ്സ് റിസീവ് ആയ ഉടനെ തന്നെ എന്ത് ചെയ്യണം? ഒരു ലോണ് റിപ്പോർട്ട് ചെയ്യാണ്. ദെൻ ലെസ് ട്രാൻസാക്ഷൻ കോസ്റ്റ്. എന്ത് കുറച്ചിട്ട്? ട്രാൻസാക്ഷൻ കോസ്റ്റ് കുറച്ചിട്ടുള്ള എമൗണ്ടാണ് അവിടെ കാണിക്കുകയുള്ളൂ. ദ ക്യാരിയിങ് എമൗണ്ട് ഓഫ് ദ ലോൺ ഈസ് സബ്സിക്വൻ്റ്ലി ഇൻക്രീസ്ഡ് ബൈ അമോർട്ടൈസേഷൻ ഓഫ് ദ ട്രാൻസാക്ഷൻ കോസ്റ്റ്. പിന്നീട് ഈ ലോണിൻ്റെ ക്യാരിയിങ് എമൗണ്ട് എന്ന് പറയുന്നത് പിന്നീടാണ് കൂടുന്നത്. ഓക്കെ, ദെൻ ദ ഓർഗനൈസേഷൻ കോസ്റ്റ് ഈസ് ഡിഡക്റ്റഡ് ഫോർ ടാക്സ് പർപ്പസ്. അപ്പോൾ ഓർഗനൈസേഷൻ അല്ല, സോറി, ട്രാൻസാക്ഷൻ. അപ്പോൾ ഈ ഇപ്പോൾ എന്ത് ചെയ്യും? ട്രാൻസാക്ഷൻ കോസ്റ്റ് ടാക്സ് പർപ്പസിന് വേണ്ടി റെഡ്യൂസ് ചെയ്യും. പിന്നീടാണ് അത് എന്ത് ചെയ്യുന്നത്? സബ്സിക്വൻ്റ്ലി അത് ഇൻക്രീസ് ആവുകയാണ് ചെയ്യുക. ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ട് ട്രാൻസാക്ഷൻ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നതാണ്. നമുക്ക് ചെറിയൊരു എക്സാമ്പിളിലൂടെ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാം. There is a machinery in the firm. An entity would expected to recover 80 rupees through operations on sale in future. അല്ലേ, ഫ്യൂച്ചറിൽ സെയിൽസ് നടത്തിയിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യും? 80 റുപ്പീസ് കിട്ടുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുകയാണ്. ഹൗഎവർ ഇറ്റ് വിൽ ബി അലൗഡ് എ ഡിഡക്ഷൻ ഓഫ് ₹70 ഓൺലി ഫോർ ടാക്സ് പർപ്പസ്. പക്ഷേ അതിൽ 70 രൂപയാണ് എന്തായിട്ടുള്ളൂ? ഡിഡക്ഷൻ കിട്ടിയിട്ടുള്ളൂ. In this case carrying cost is 80 and tax base is 70, hence 10 will be taxed in future. ശരിക്കും എന്ത് ചെയ്തിട്ടുണ്ട്? ഫ്യൂച്ചറിൽ സെയിൽസ് ഉണ്ടായാൽ 80 രൂപ കിട്ടുമെന്ന് എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ 70 രൂപയാണ് ടാക്സ് അതോറിറ്റി എന്ത് ചെയ്തിട്ടുള്ളത്? ടാക്സിന് വേണ്ടി പറഞ്ഞിട്ടുള്ളത് 70ആണ്. അപ്പോൾ ടാക്സ് അതോറിറ്റി നിശ്ചയിക്കുന്ന എമൗണ്ട്, അതാണ് ടാക്സ് ബേസ്. അപ്പോൾ ഇവിടെ ടാക്സ് ബേസ് 70ആണ്, അതിൻ്റെ ക്യാരിയിങ് കോസ്റ്റ് 80 ആണ്. ബാക്കി ഇത് തമ്മിലുള്ള ഡിഫറൻസ് പിന്നീട് എന്ത് ചെയ്യും? ഫ്യൂച്ചറിൽ ടാക്സ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം. വെൻ ദ ക്യാരിയിങ് എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് റിസീവബിൾ വിൽ ബി റിക്കവേർഡ്, നോ ഡിഡക്ഷൻ വിൽ ബി അലൗഡ്. ഓക്കെ, അതായത് ഒരു ഡിഡക്ഷനും അലൗ ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു ഡിഡക്ഷൻ അലൗ ചെയ്തിട്ടില്ല എന്ന് എന്താറിൻ്റെ അർത്ഥം? അവിടെ ടാക്സ് ബേസ് നില്ലാണ്. അപ്പോൾ ടാക്സ് ബേസ് എന്നുള്ള ടേം കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. മുന്നത്തെ വീഡിയോയിൽ അത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ടാക്സ് ബേസ് എന്ന് പറയുന്നത് ടാക്സ് അതോറിറ്റീസ് ടാക്സ് പർപ്പസിന് വേണ്ടി അനുവദിച്ച് കൊടുക്കുന്ന എമൗണ്ടാണ്. ഡിഡക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അലൗ ചെയ്യുന്ന എമൗണ്ടാണ് എന്തെന്ന് പറയുന്നത്? ടാക്സ് ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്തില്ല? നോ ഡിഡക്ഷൻ വിൽ ബി അലൗഡ് ആണ്. അതുകൊണ്ട് തന്നെ ടാക്സ് ബേസ് നില്ലായിരിക്കും. ഹെൻസ് 100 rupees വിൽ ബി എ ടാക്സ്ഡ് ഇൻ ഫ്യൂച്ചർ. പക്ഷേ എന്നിരുന്നാലും ഫ്യൂച്ചറിൽ 100 rupees എന്ത് ചെയ്യണം? ടാക്സ് ചെയ്യണം. സോ ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് ഈസ് നിൽ. പക്ഷേ അതുകൊണ്ട് എന്താണ്? ടെമ്പററി ഡിഫറൻസ് എന്ന് പറയുന്നത് നില്ലാണ് ഇവിടെ. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ ഐറ്റം കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യനും രണ്ടാമത്തെ എക്സാമ്പിളും കൂടിയിട്ട് ഒരുമിച്ച് കൊടുത്തിരിക്കുകയാണ്, കമ്പൈൻ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഐറ്റം മെഷീനും ദെൻ ഇൻട്രസ്റ്റ് റിസീവബിളും. ഒന്നിൻ്റെ ക്യാരിയിങ് കോസ്റ്റ് 80 ആണ്, ഇൻട്രസ്റ്റ് റിസീവബിളിൻ്റെ ക്യാരിയിങ് കോസ്റ്റ് 100 ആണ് അല്ലേ. അതായത് ഫ്യൂച്ചറിൽ ഇത്ര കിട്ടുന്നുണ്ട്. അപ്പോൾ 100 ആണ് അതിൻ്റെത്. ഇവിടെ ടാക്സ് ബേസ് 70 ആണ്. ഇവിടെ ഇൻട്രസ്റ്റ് റിസീവബിളിൻ്റെ ടാക്സ് ബേസ് എന്ന് പറഞ്ഞാൽ 0 ആണ്. കാരണം ഡിഡക്ഷൻ ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ട് ഒന്നും ഡിഡക്ഷൻസ് അലൗഡ് അല്ല. അതുകൊണ്ട് ടാക്സ് ബേസ് നില്ലാണ്. അതിനിങ്ങനെ കാണുമ്പോൾ എങ്ങനെയാണ് ഡിഫറൻസ്? 80 - 70 10 ആണ്. 100 - 0 എന്ന് പറയുന്നത്
100 തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് ഇവിടെ 100 ആണ് കേട്ടോ. ഓക്കെ, ദെൻ അടുത്തത് ഡെഫേർഡ് ടാക്സ്. പിന്നെ ചെറിയൊരു തിരുത്തുണ്ട് ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ. എക്സാമ്പിൾ 2 നോട്ടായിട്ട് കൊടുത്തിട്ടുള്ളത് ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് ഈസ് നിൽ എന്നാണ്. അതല്ല, ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് 100 ആണ് കേട്ടോ. അപ്പോൾ 100 - 0 എന്ന് പറയുമ്പോൾ 100 ആണല്ലോ. ഓക്കെ, ക്യാരിയിങ് കോസ്റ്റ് മൈനസ് ടാക്സ് ബേസ് ആണ് ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ്. ആ ഒരു ഇക്വേഷൻ മനസ്സിലാക്കുക. ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ക്യാരിയിങ് കോസ്റ്റിൽ നിന്ന് ടാക്സ് ബേസ് കുറക്കുന്നതാണ്. അപ്പോൾ ക്യാരിയിങ് കോസ്റ്റ് ഇവിടെ 100 ഉണ്ട്, ടാക്സ് ബേസ് 0 ആണ്. 100 - 0 എന്ന് പറയുമ്പോൾ 100 ആണ്. ഇവിടെ നില്ലെന്ന് കൊടുത്തിട്ടുണ്ട്, അത് ബൈ മിസ്റ്റേക്ക് പറ്റിയതാണ് കേട്ടോ, സോറി. ഇല്ലല്ല, ഇവിടെ 100 ആണ് കേട്ടോ. ടാക്സ് ബേസ് എന്ന് പറയുന്നത് 100 ആണ്. ഓക്കെ, ഓക്കെ. നെക്സ്റ്റ് ഡെഫേർഡ് ടാക്സ് നോക്കാം. ഡെഫേർഡ് ടാക്സ് is in tax liability calculated for temporary difference between the taxable profit and accounting profit. The temporary difference can either be a tax liability to be met in future or a tax asset. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ടെമ്പററി ഡിഫറൻസ് കണ്ടുപിടിക്കുമല്ലോ. ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചു. ക്യാരിയിങ് കോസ്റ്റിൽ നിന്ന് ടാക്സ് ബേസ് കുറച്ചിട്ട് ടെമ്പററി ഡിഫറൻസ് കണ്ടുപിടിച്ചു. അത് എന്താവാം? ടാക്സ് ലയബിലിറ്റി ആവാം, അല്ലെങ്കിൽ ടാക്സ് അസറ്റ് ആവാം. ടാക്സ് ലയബിലിറ്റി ആവുമ്പോൾ അത് ഫ്യൂച്ചറിൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം? സെറ്റ് ചെയ്യണം. ടാക്സ് അസറ്റ് ആവുമ്പോൾ അത് നമ്മൾക്ക് ഇങ്ങോട്ട് റീഫണ്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഓൾറെഡി ടാക്സ് അതോറിറ്റി പറഞ്ഞിട്ടുള്ള എമൗണ്ട് 70 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് 70 കൊടുത്തിട്ടുണ്ടാവും അല്ലേ. പക്ഷെ ശരിക്കും അത് എന്താണ് ഡ്യൂ ആയിട്ടുള്ളത് 80 ആണെങ്കിൽ നമ്മൾ ഇനിയും 10 അങ്ങോട്ട് കൊടുക്കാനാണ് അല്ലേ. അപ്പോൾ അത് ടാക്സ് ലയബിലിറ്റിയാണ്, അത് നമ്മൾ ഫ്യൂച്ചറിൽ കൊടുക്കേണ്ടതാണ്. ഇനി ഇൻ കേസ് അത് ഇങ്ങോട്ട് തരാനാണെങ്കിൽ 10 അധികം നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 80 ഓൾറെഡി കൊടുത്തു, ഇനി പക്ഷെ നമ്മൾ ഫ്യൂച്ചറിൽ കാൽക്കുലേറ്റ് ചെയ്ത് വന്നപ്പോൾ 70 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 10 ഇങ്ങോട്ട് കിട്ടാനാണ്. അപ്പോൾ അത് ടാക്സ് അസറ്റായിട്ട് മാറും. ഓക്കെ, ഇതാണ് ഈ ഡെഫേർഡ് ടാക്സ് എന്ന് പറയുന്നത്. Okay. Then, in accordance with the matching concept of accounting, taxes on income are accrued in the same period as the revenue and expense to which they relate. Since there is a difference as per book profit and taxable profit, so only income tax related to income as per book is shown as an expense in a book of account, and the rest amount is shown as a റെഫേർഡ് ടാക്സ് അസറ്റ് ഓർ റെഫേർഡ് ടാക്സ് ലയബിലിറ്റി. ഓക്കെ, അപ്പോൾ എത്രയാണോ കൊടുത്തത് അതാണ് എക്സ്പെൻസും കാര്യങ്ങളായിട്ട് കാണിക്കുക. ബാക്കി ഇനി കിട്ടാനോ കൊടുക്കാനോ ഉള്ളത് ഡെഫേർഡ് ടാക്സ് അസറ്റും ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റിയും ആയിട്ടാണ് കാണിക്കുക. അത്രയാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, റെക്കഗ്നിഷൻ ഓഫ് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി. ഇനിയിപ്പോൾ അത് നമ്മൾക്കൊരു ക്വസ്റ്റ്യൻ തന്നാൽ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ആണോ എന്ന് എങ്ങനെയൊക്കെയാണ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. എ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ഷാൾ ബി റെക്കഗ്നൈസ്ഡ് ഫോർ ഓൾ ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് എക്സെപ്റ്റ് ടു ദ എക്സ്റ്റെൻറ്റ് ദാറ്റ് അറൈസ് ഫ്രം. അതായത് എല്ലാ കേസിൽ നിന്നും എല്ലാ ടെമ്പററി ഡിഫറൻസിൽ നിന്നും കിട്ടുന്നത് എങ്ങനെയാണ്? ലയബിലിറ്റി തന്നെയാണ് റെക്കഗ്നൈസ് ചെയ്യുക. എന്നാൽ ചില കേസിൽ അത് പറ്റില്ല. അതിൻ്റെ ഒരു എക്സെംഷൻസ് ആണ് ഇവിടെ കൊടുക്കുന്നത്. ദ ഇനീഷ്യൽ റെക്കഗ്നിഷൻ ഓഫ് ഗുഡ് വില്ലിൻ്റെ ഇനീഷ്യൽ റെക്കഗ്നിഷൻ. Then the initial recognition of asset and liabilities which transact with is not a business combination and affect neither accounting profit or no taxable profit. അല്ലേ, അതായത് ബിസിനസ് കോമ്പിനേഷൻ അല്ലാത്ത അസറ്റിൻ്റെയും ലയബിലിറ്റിൻ്റെയും ഇനീഷ്യൽ റെക്കഗ്നിഷൻ അതെന്തിനെ എഫക്റ്റ് ചെയ്യുന്നില്ല? അക്കൗണ്ടിങ് പ്രോഫിറ്റിനെയോ ടാക്സബിൾ പ്രോഫിറ്റിനെയോ അഫക്റ്റ് ചെയ്യാത്ത എന്തെങ്കിലും ബിസിനസ് കോമ്പിനേഷന് വേണ്ടി അല്ലാത്ത അസറ്റിൻ്റെയും ലയബിലിറ്റിൻ്റെയും ആദ്യത്തെ റെക്കഗ്നിഷൻ എന്ന് പറയുന്നത് എന്തിൽ ഉൾപ്പെടില്ല? ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ആയിട്ട് വരില്ല. ദെൻ നോക്കാം, ഒരു എക്സാമ്പിൾ നോക്കാം. എൻ അസറ്റ് വിച്ച് കോസ്റ്റ് 200 rupees having carrying amount of 140 rupees
Cumulative depreciation for tax purpose is 120 rupees and the tax rate is 30%. Determine the ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി അല്ലേ, ഇവിടെ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അസറ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 200 ആണ്, എന്നാൽ ക്യാരിയിങ് എമൗണ്ട് 140 ആണ്. ഓക്കെ, അസറ്റിൻ്റെ കോസ്റ്റ് 200ഉം ക്യാരിയിങ് എമൗണ്ട് 140ഉം. ക്യുമുലേറ്റീവ് ഡിപ്രീസിയേഷൻ ഫോർ ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ട് ക്യുമുലേറ്റീവ് ഡിപ്രീസിയേഷൻ ഉണ്ട്, അത് 120 ആണ്. ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 30% ആണ്. നമുക്ക് ടാക്സ് ലയബിലിറ്റി കാണാം. സൊല്യൂഷൻ നോക്കൂ. ടാക്സ് ബേസ്. ഓക്കെ, ടാക്സ് ബേസ് എങ്ങനെയാണ് കാണുക? കോസ്റ്റും അതേപോലെ ക്യാരിയിങ് കോസ്റ്റ് ഇല്ലേ, ഓക്കെ, കോസ്റ്റും പിന്നെ ക്യുമുലേറ്റീവ് ഡിപ്രീസിയേഷനും കുറച്ചിട്ടാണ് എന്ത് കണ്ടിട്ടുള്ളത്? ടാക്സ് ബേസ് കണ്ടത്. ഓക്കെ, ദെൻ ടെമ്പററി ഡിഫറൻസ് 60 ആണ് അല്ലേ. ടെമ്പററി ഡിഫറൻസ് എന്താണ്? ക്യാരിയിങ് എമൗണ്ടിൽ നിന്ന് ടാക്സ് ബേസ് കുറക്കുന്നതാണ് ടെമ്പററി ഡിഫറൻസ് നേരത്തെ കണ്ട കേസിൽ. അപ്പോൾ ഇവിടെ ക്യാരിയിങ് എമൗണ്ട് 140 ആണ്, ടാക്സ് ബേസ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു. ടാക്സ് ബേസ് 80 ആണ്. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? 60 കിട്ടും. ഓക്കെ, അപ്പോൾ ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് 60 ആണ്. ഇനി എന്ത് ചെയ്യണം? ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി കാണാം. ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി കാണാം. ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി തന്നെ 18 ആണ്. നമുക്ക് 60 × 30/100. ഓക്കെ, അപ്പോൾ 60 × 30/100 എന്ന് പറഞ്ഞാൽ ഇവിടെ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി 18 ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ആദ്യം മനസ്സിലാക്കുക, ടാക്സ് ബേസ് കാണുക. ടാക്സ് ബേസ് കാണാൻ കോസ്റ്റ് എത്രയാണോ തന്നിട്ടുള്ളത് അതിൽ നിന്ന് ക്യുമുലേറ്റീവ് ഡിപ്രീസിയേഷൻ കുറക്കുക. ദെൻ അങ്ങനെ ടാക്സ് ബേസ് കിട്ടും. അതിനുശേഷം ടെമ്പററി ഡിഫറൻസ് കാണുക. ടെമ്പററി ഡിഫറൻസ് എത്രയാണ്? 60 ആണ്. 60 എങ്ങനെയാണ് കണ്ടത്? ക്യാരിയിങ് എമൗണ്ടിൽ നിന്ന് ടാക്സ് ബേസ് കുറച്ചു, അപ്പോൾ 60 കിട്ടി. ഹെൻസ് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി കാണുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ടാക്സബിൾ ടെമ്പററി ഡിഫറൻസിൻ്റെ മേലെ ടാക്സ് റേറ്റ് ഉണ്ടാവും. ആ റേറ്റ് കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി കിട്ടുന്നതാണ്. ഓക്കെ, ഇനി ഡെഫേർഡ് ടാക്സ് ആസെറ്റ്. വെൻ ദ അക്കൗണ്ടിങ് പ്രോഫിറ്റ് ഈസ് ലെസ് ദാൻ ദ ടാക്സബിൾ പ്രോഫിറ്റ് ഇറ്റ് മീൻസ് ദാറ്റ് വി ഹാവ് ടു പേ മോർ ടാക്സ് അല്ലേ. ഇപ്പോൾ നേരത്തെ കേസ് എങ്ങനെയായിരുന്നു? അക്കൗണ്ടിങ് പ്രോഫിറ്റ് ടാക്സബിൾ പ്രോഫിറ്റിനേക്കാളും കൂടുതലായിരുന്നു. അക്കൗണ്ടിങ് പ്രോഫിറ്റ് എന്തായിരുന്നു? ടാക്സബിൾ പ്രോഫിറ്റിനേക്കാളും കൂടുതലാകുമ്പോഴാണ് അവിടെ എന്ത് വരിക? കുറച്ച് ഇൻകമേ കൊടുക്കേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ പിന്നീട് അത് ഫ്യൂച്ചറിൽ കൊടുക്കേണ്ടി വരും ബാക്കി. അപ്പോഴാണ് അവിടെ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ഉണ്ടാവുക. എന്നാൽ ഡെഫേർഡ് ടാക്സ് അസറ്റിൻ്റെ കേസിൽ എന്താണ്? അക്കൗണ്ടിങ് പ്രോഫിറ്റ് ഈസ് ലെസ് ദാൻ ടാക്സബിൾ പ്രോഫിറ്റ്. ടാക്സബിൾ പ്രോഫിറ്റിനേക്കാളും കുറവാണ് അക്കൗണ്ടിങ് പ്രോഫിറ്റ്. അങ്ങനെയാകുമ്പോൾ നമ്മൾ എന്ത് കൊടുത്താൽ മതി? മീൻ ടു പേ മോർ ടാക്സ്, കൂടുതൽ ടാക്സ് കൊടുക്കേണ്ടി വരും. ഓക്കെ, ടാക്സബിൾ പ്രോഫിറ്റ് കൂടുതലാവുമ്പോൾ എന്താണ്? കൂടുതൽ ടാക്സ് കൊടുക്കേണ്ടി വരും. ടാക്സബിൾ പ്രോഫിറ്റ് കുറവാകുമ്പോൾ കുറച്ച് ടാക്സ് കൊടുത്താൽ മതി. അത് പിന്നീട് എന്ത് ചെയ്യണം? നമ്മൾ കൊടുത്ത് തീർക്കണം. ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ മോർ ടാക്സ് പേ ചെയ്താൽ നമുക്കത് എന്ത് ചെയ്യും? പിന്നീട് റീഫണ്ട് ചെയ്യും. അപ്പോൾ അതാണ് നമ്മുടെ ഡെഫേർഡ് ടാക്സ് അസറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കാം. ഫോർ എക്സാമ്പിൾ, അക്കൗണ്ടിങ് ഇൻകം ഈസ് 10 lakh. അക്കൗണ്ടിങ് ഇൻകം എന്ന് പറയുന്നത്, അക്കൗണ്ടിങ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 10 ലക്ഷമാണ്. ആൻഡ് ടാക്സബിൾ ഇൻകം 12 lakh അല്ലേ, 12 ലക്ഷമാണ് എന്ത് ടാക്സബിൾ ഇൻകം. സപ്പോസ് ദ ടാക്സ് റേറ്റ് ഈസ് 30%. ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 30%. ടാക്സ് റേറ്റ് ഓൺ അക്കൗണ്ടിങ് പ്രോഫിറ്റ് ഈസ് 3 lakh. അപ്പോൾ ഇതിൻ്റെ മേലെയാണ്? 3 lakhൻ്റെ മേലെ. ആൻഡ് അണ്ടർ ഇൻകം ടാക്സ് ആക്ട് എത്രയാണ്? 3,60,000 അല്ലേ. അപ്പോൾ അക്കൗണ്ടിങ് പ്രോഫിറ്റിൻ്റെ കേസിൽ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 3 lakhഉം ഇൻകം ടാക്സിൻ്റെ കേസിൽ ടാക്സ് റേറ്റ് എന്ന് പറയുമ്പോൾ 3,60,000ഉമാണ്. ദെൻ വി ഹാവ് ടു പേ എക്സ്ട്രാ ടാക്സ് 6 lakh. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ എക്സ്ട്രാ ടാക്സ് 6 lakh ഇവിടെ പേ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ അക്കൗണ്ടിങ് ഇൻകം കുറവും ടാക്സബിൾ ഇൻകം കൂടുതലുമാണ്. അപ്പോൾ ആ കേസിലാണ് നമ്മൾ കൂടുതൽ ടാക്സ് പേ ചെയ്യേണ്ടി വരിക. ഓക്കെ, അപ്പോൾ ഇത്രയും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളിതിൻ്റെ കാൽക്കുലേഷൻ ക്ലിയർ ആയല്ലോ അല്ലേ. നമ്മൾ അക്കൗണ്ടിങ് ഒന്നുകൂടെ ഞാൻ പറയാം. അക്കൗണ്ടിങ് ഇൻകം എന്ന് പറയുന്നത് 10 lakh ആണ്. ടാക്സബിൾ ഇൻകം 12 lakh ആണ്. അപ്പോൾ 10 lakh നമ്മളിവിടെ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 30% ആണ്. ടാക്സ് റേറ്റ് ആയിട്ടില്ല. അക്കൗണ്ടിങ് പ്രോഫിറ്റിൻ്റെ മേലെയുള്ള ടാക്സ് റേറ്റ്
3 ലാക്കും ഇൻകം ടാക്സിൻ്റെ മുകളിൽ നമ്മൾ കണ്ടുപിടിച്ച് 3,16,000 ആണ്. അപ്പോൾ ഇതിന് ഡിഫറൻസ് നമ്മൾ എത്ര കൊടുത്തിട്ടുണ്ടാവുക? 3,60,000 ആണ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിഫറൻസ് എന്ന് പറയുന്നത് 60,000 ആണ്. ഇവിടെ 6 ലാക്ക് എന്നാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. 6 ലാക്കാണ് ഇവിടെ 0 കൂടിയതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഒന്ന് മാറ്റാം. 6 ലാക്ക് അല്ല, 60,000 ആണ്. ഓക്കെ, നെക്സ്റ്റ് അൺയൂസ്ഡ് ടാക്സ് ലോസസ് ആൻഡ് അൺയൂസ്ഡ് ടാക്സ് ക്രെഡിറ്റ്. ഓക്കെ, അൺയൂസ്ഡ് ടാക്സ് ലോസസും ആൻഡ് അൺയൂസ്ഡ് ടാക്സ് ക്രെഡിറ്റും. ഫസ്റ്റ് വൺ അൺയൂസ്ഡ് ടാക്സ് ലോസ് ആൻഡ് ടാക്സ് ക്രെഡിറ്റ് എന്താണെന്ന് നോക്കാം. The enterprise may have unused tax losses or tax credit at the end of the period. These will be carried forward to be offset against taxable profit. ഓക്കെ, ഇപ്പോൾ യൂസ് ചെയ്യപ്പെടാത്ത ടാക്സ് ലോസും ടാക്സ് ക്രെഡിറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്യാരി ഫോർവേഡ് ചെയ്യും. നെക്സ്റ്റ് ഇയറിലോട്ട് അത് എന്ത് ചെയ്യും? ക്യാരി ഫോർവേഡ് ചെയ്യും. ഇന്ത്യസ് 12 states that such circumstances deferred tax asset may be recognized to the extent that further taxable profit will be available against which the unused tax loss and unused tax credit can be utilized. ഓക്കെ, അപ്പോൾ ഇവിടെ ഡെഫേർഡ് ടാക്സ് അസറ്റ് എന്ത് ചെയ്യണം? റെക്കഗ്നൈസ് ചെയ്യാണ് വേണ്ടത്. ഈ ഒരു എൻഡ് ദ പീരീഡിലാകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം? ഡെഫേർഡ് ടാക്സ് അസറ്റ് റെക്കഗ്നൈസ് ചെയ്യുക. ഓക്കെ, അതായത് ഈ അൺയൂസ്ഡ് ടാക്സ് ലോസസും അൺയൂസ്ഡ് ടാക്സ് ക്രെഡിറ്റും ഉപയോഗിക്കുന്നതിന് യൂട്ടിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം ഡെഫേർഡ് ടാക്സ് അസറ്റ് എന്ന് പറയുന്നത് എന്താ? നമുക്ക് റീഫണ്ട് ചെയ്യാൻ കിട്ടുന്നതാണല്ലേ, അത് റെക്കഗ്നൈസ് ചെയ്യാമെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ദെൻ ഫസ്റ്റ് വൺ നോക്കൂ, ഒരു ഇലസ്ട്രേഷൻ നോക്കൂ. എൻ ഐറ്റം ഓഫ് പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് ഹാസ് എ ക്യാരിയിങ് എമൗണ്ട് ഓഫ് 10 lakh, carrying amount of 1 lakh rupees, a tax base of 60,000 rupees അല്ലേ. അപ്പോൾ ഇവിടെ ക്യാരിയിങ് എമൗണ്ട് 1 lakh ആണ്, ടാക്സ് ബേസ് എന്ന് പറയുന്നത് 60,000 ആണ്. എ ടാക്സ് റേറ്റ് ഓഫ് 20 വിൽ അപ്ലൈ ഇഫ് ദ ഐറ്റം വേർ സോൾഡ്. ഐറ്റം സോൾഡ് ആക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ടാക്സ് റേറ്റ് ഓഫ് 20 അപ്ലൈ ചെയ്യും. ആൻഡ് ടാക്സ് റേറ്റ് ഓഫ് 30% വിൽ ബി അപ്ലൈ ടു അതർ ഇൻകം കാൽക്കുലേറ്റ് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി. അതർ ഇൻകത്തിൻ്റെ മേലെ 30% എന്ത് ചെയ്യും? അപ്ലൈ ചെയ്യും. നമുക്ക് ഇവിടെ ക്യാരിയിങ് കോസ്റ്റും ടാക്സ് ബേസും ഒക്കെ തന്നിട്ടുണ്ട്. ടാക്സ് റേറ്റ് 2 കേസിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ടാക്സ് അസറ്റ് ടാക്സ് ലയബിലിറ്റി കാണാനാണ്, ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നോക്കൂ, ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എൻ്റെ സൊല്യൂഷൻ നോക്കുക. ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് കാണുകയാണ്. അപ്പോൾ ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് എങ്ങനെയാണ് കാണുക? ക്യാരിയിങ് എമൗണ്ടിൽ നിന്ന് ടാക്സ് ബേസ് കുറക്കുക. അപ്പോൾ ക്യാരിയിങ് എമൗണ്ട് എത്രയാണ്? 10 lakh ആണ്. അതിൽ നിന്ന് 1 lakh ആണല്ലേ ക്യാരിയിങ് എമൗണ്ട്. ക്വസ്റ്റ്യനിൽ 1 lakh ആണ് ക്യാരിയിങ് എമൗണ്ട്. അപ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്യണം? ടാക്സ് ബേസ് കുറക്കണം. ഓക്കെ, ടാക്സ് ബേസ് 60,000 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 40,000 ആയിട്ട് ഇവിടെയും ഒരു 0 കൂടുതലാണ്. അത് പ്രിൻറ്റിങ്ങിൻ്റെ മിസ്റ്റേക്കാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കുക, 1 lakh നിന്ന് 60,000 കുറച്ചു. 1 lakh നിന്ന് 60,000 കുറച്ചാൽ 40,000. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ മനസ്സിലാക്കി വെക്കുക. ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് കാണുന്നതിന് വേണ്ടിയിട്ട് ക്യാരിയിങ് എമൗണ്ടിൽ നിന്ന് ടാക്സ് ബേസ് കുറക്കുക എന്നാണ്. ക്യാരിയിങ് എമൗണ്ടിൽ നിന്ന് ടാക്സ് ബേസ് കുറക്കുക. 1 lakh നിന്ന് 60,000 കുറച്ചപ്പോൾ എന്ത് കിട്ടി? 40,000 കിട്ടി അല്ലേ. പിന്നെ തന്നിട്ടുണ്ട് എന്താണ്? ദ എൻറ്റിറ്റി വുഡ് റെക്കഗ്നൈസ് എ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി എന്ത് ചെയ്യണം? റെക്കഗ്നൈസ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് വരിക? എത്രയാണോ ടാക്സ് ഡിഫറൻസ്, ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ്, അതിന് മേലെ 20% കാണാം. അപ്പോൾ 800 കിട്ടും. ഇനി ഇത് എന്തെന്ന് ചെയ്യാണ്? ഇത് വേറെ ഫർദർ യൂസ് ഒന്നും ഇല്ലാതെ വീണ്ടും വിൽക്കും എന്നുള്ള എസ്റ്റിമേഷൻ നടത്തേണ്ട എക്സ്പെക്റ്റേഷൻ. ആ കേസിൽ എന്താ കാണുക? എങ്ങനെയാണ് കാണുക? ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ഇതേപോലെ തന്നെ എമൗണ്ട് ടാക്സ് റേറ്റ് എമൗണ്ട് നമുക്ക് വേറെ തന്നിട്ടുണ്ട്. അപ്പോൾ 40,000 മേലെ 30% കാണുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 12,000 നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ 2 കേസിലും ടാക്സ് റേറ്റ് വ്യത്യാസം ആയതുകൊണ്ടാണ് ഇങ്ങനെ തന്നിട്ടുള്ളത്, എമൗണ്ട് വ്യത്യാസമാവുന്നത്.
അപ്പോൾ നമുക്കൊരു സെപ്പറേറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അത് വിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ് നോർമൽ കേസ് എക്സലൻ്റ് റെക്കഗ്നൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സെയിലാക്കണം അല്ലേ. അപ്പോൾ നമുക്ക് 20% ആണ്. ഇനിയിപ്പോൾ അതർ ഇൻകം ആണെങ്കിൽ ഫർദർ യൂസ് ഒന്നും ഇല്ലാതെ കുറച്ച് കഴിഞ്ഞാൽ അത് എന്ത് തന്നെ ചെയ്യപ്പെടും, റെക്കഗ്നൈസ് ചെയ്യപ്പെടും. അപ്പോഴും അപ്പോൾ എന്ത് ചെയ്യുക, 30% അതിന് മേലെ കാണുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക. നെക്സ്റ്റ് നോക്കുക. എ കമ്പനി റീവാല്യൂഡ് ഇറ്റ്സ് PPE ഓൺ 1st April 2019. ദ ഡീറ്റെയിൽസ് ആർ ആസ് ഫോളോസ്. നോക്കുക, ഫസ്റ്റ് ക്യാരിയിങ് വാല്യൂ നോക്കുക, 30,000 ആണ്. ഫെയർ വാല്യൂ ഓഫ് ദ അസറ്റ് അത് റീവാല്യൂ ചെയ്തതാണ്, അത് എത്രയാണ്, 1 lakh ആണ്. ടാക്സ് ബേസ് എന്ന് പറയുന്നത് 30,000 ആണ്. ദ അസറ്റ് ആർ ഡിപ്രീഷിയേറ്റഡ് അറ്റ് 20% ഇൻ ബുക്ക്. SLM ബേസിൽ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ബേസിസ് എന്തായി, 20% ഡിപ്രീഷിയേറ്റ് ചെയ്യപ്പെടുകയാണ്. ആൻഡ് ഡിപ്രീഷിയേറ്റഡ് അറ്റ് 20% ഫോർ ടാക്സ് പർപ്പസിന് എന്ത് ചെയ്യണം, 20% ഡിപ്രീസിയേഷൻ. കാൽക്കുലേറ്റ് ഡെഫേർഡ് ടാക്സ് അസറ്റ് ഓർ ലയബിലിറ്റി. അസ്യൂം 50% ടാക്സ് റേറ്റ് 50% ആണ് അസ്യൂം ചെയ്യുക. ഇവിടെ ഡെഫേർഡ് ടാക്സ് അസറ്റ് ആണോ ലയബിലിറ്റി ആണോ എന്നുള്ളത് കണക്കാക്കുക. അപ്പോൾ നോക്കൂ, ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് എന്ന് പറയുന്നത് 1st April 2019 ഓപ്പണിംഗ് ആണ്. ഓപ്പണിങ്ങിൽ എങ്ങനെയാണ് കാണുക, കാരിയിങ് കോസ്റ്റ് എത്ര ആണോ ടാക്സ് ബേസ് എത്ര ആണോ അത് മൈനസ് ചെയ്താൽ എന്ത് കിട്ടും അല്ലേ. കാരിയിങ് കോസ്റ്റ് എത്രയാണോ ഉള്ളത്, ഫെയർ വാല്യൂ ഓഫ് ദ അസറ്റ് ആണ്. നോക്കാം, 1st April 2019 അതിൻ്റെ ഫെയർ വാല്യൂ ഓഫ് ദ അസറ്റ് അതെടുത്തു, അതിൽ നിന്ന് ടാക്സ് ബേസ് എന്ത് ചെയ്തു, മൈനസ് ചെയ്തു. അങ്ങനെ എന്ത് കിട്ടി, നമുക്ക് ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് നമുക്ക് കിട്ടുകയാണ്. ഓക്കെ, ദെൻ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി എന്ന് പറയുമ്പോൾ 35,000 ആണ്. ഓക്കെ, അതിന് എത്ര പെർസെൻറ്റേജ് ആണോ കാണുക, ടാക്സബിൾ ഡിഫറൻസിൻ്റെ മുകളിൽ അല്ലേ, നമ്മൾ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ഇതാ നോക്കൂ, ടാക്സ് ബേസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 20% എന്ത് ചെയ്യണം, നമ്മൾ ഡിപ്രീസിയേഷൻ കുറച്ചിട്ട് അതിൻ്റെ മേളിലുള്ള എമൗണ്ടിൻ്റെ മേലെ നമ്മൾ എന്ത് ചെയ്യുക, ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ടാക്സ് റേറ്റ് കാണാം. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് ജേണൽ എൻട്രി പാസ് ചെയ്യുക, അതിൻ്റെ റീവാലുവേഷൻ സർപ്ലസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി. ഓക്കെ, അപ്പോൾ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി റെക്കഗ്നൈസ് ചെയ്ത് ജേണൽ എൻട്രി ആണിത്. ആദ്യം നമ്മൾ ഒന്നുകൂടി പറയാം, ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് കാണുക. ഓക്കെ, ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫെയർ വാല്യൂ ഉണ്ടെങ്കിൽ ഫെയർ വാല്യൂ എടുക്കുക. ഓക്കെ, അപ്പോൾ ഫെയർ വാല്യൂ ഉണ്ട്, ഫെയർ വാല്യൂ 1 lakh ആണ്. അതിൽ നിന്ന് 30,000 ടാക്സ് ബേസ് മൈനസ് ചെയ്തപ്പോൾ നമുക്ക് 70,000 കിട്ടി. ഈ ടാക്സബിൾ ഡിഫറൻസിൻ്റെ മേലെ നമ്മൾ ടാക്സ് റേറ്റ് കാണാം, 15% കാണാം. 70,000 മേലെ 50% കാണുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി കിട്ടും. ജസ്റ്റ് ജേണൽ എൻട്രി പാസ് ചെയ്ത എമൗണ്ടാണ് കാണിച്ചുള്ളത്. ഇനി എന്ത് ചെയ്യണം, റിട്ടേൺ ഓൺ വാല്യൂ ഓഫ് അസറ്റിൻ്റെ റിട്ടേൺ ഓൺ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ഓക്കെ, കാരണം ഇതിന് ഡിപ്രീസിയേഷൻ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നോക്കാം, റിട്ടേൺ ഓൺ വാല്യൂ ഇൻ ബുക്സിലെ വാല്യൂ എത്രയാണ്, റിട്ടേൺ ഓൺ വാല്യൂ കാണാൻ 80,000. കാരണം 1 lakh തന്നിട്ടുണ്ട്, ഫെയർ വാല്യൂ 1 lakh ആണ്. അതിൻ്റെ മേലെ 20% എന്താണ്, ഡിപ്രീസിയേഷനാണ്. അപ്പോൾ 20% ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ 20,000 ആണ്. അപ്പോൾ 1 lakh നിന്ന് 20,000 കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും, റിട്ടേൺ ഓൺ വാല്യൂ ഇൻ ബുക്സിലെ വാല്യൂ കിട്ടും. ദെൻ റിട്ടേൺ ഓൺ വാല്യൂ ഫോർ ടാക്സ് പർപ്പസ് അല്ലേ, ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള റിട്ടേൺ ഓൺ വാല്യൂ 24,000 ആണ്. അതെന്ന് പറയുന്നത് 30,000 മേലെ 20% കാണാം. അവിടെ നോക്കുക, എത്രയാണോ ഇത് ക്യാരിയിങ് വാല്യൂ അല്ലേ, അതിൻ്റെ മുകളിലാണ് എന്ത് ചെയ്യുന്നത്, കാണുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ 20% കണ്ടപ്പോൾ എന്ത് കിട്ടി, അത് 6,000 കിട്ടി. അപ്പോൾ 30,000 നിന്ന് 6,000 കുറച്ച് 24,000 കിട്ടി. അത് ടാക്സ് പർപ്പസിനുള്ള WDV അല്ലേ, റിട്ടേൺ ഓൺ വാല്യൂ. ഇനി ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ്. ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് എങ്ങനെയാണ് കാണുക, ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് കാണുക 80,000 നിന്ന് 24,000 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 56,000 കിട്ടും. അതായത് ബുക്സിലുള്ള റിട്ടേൺ ഓൺ വാല്യൂയും ടാക്സ് പർപ്പസിന് വേണ്ടി കാൽക്കുലേറ്റ് ചെയ്ത് റിട്ടേൺ ഓൺ വാല്യൂയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ടെമ്പററി ഡിഫറൻസ്. അത് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, നമ്മൾ റിക്കവർ ചെയ്തെടുക്കുന്നതാണ്. ദെൻ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി. ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി എന്ന് പറയുമ്പോൾ എത്രയാണോ ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് അതിൻ്റെ മേലെ ടാക്സിൻ്റെ എമൗണ്ട് കാണും, ടാക്സിൻ്റെ വാല്യൂ കാണും. ഓക്കെ, 50% ആണ്. അപ്പോൾ 56,000 മേലെ 50% കാണുമ്പോൾ 28,000 കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി റിവേഴ്സൽ ടെമ്പററി ഡിഫറൻസ് ആണ്. റിവേഴ്സ് ചെയ്യുന്ന ടെമ്പററി ഡിഫറൻസ് അത് 7,000. അതെങ്ങനെയാണ് കിട്ടിയെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചില്ലേ ഇവിടെ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസ് 35,000. ആ 35,000 നിന്ന് നമ്മുടെ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി എന്ത് ചെയ്യുക, കുറക്കുക. ഓക്കെ,
ഇവിടെ നേരത്തെ ടാക്സബിൾ പ്രോഫിറ്റിൻ്റെ മേലെ ടെമ്പററി ഡിഫറൻസിൻ്റെ മേലെ നമ്മൾ കണ്ടുപിടിച്ച ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് കുറച്ചാൽ അത് എന്ത് കിട്ടും, ടെമ്പററി ഡിഫറൻസ് റിവേഴ്സ് ചെയ്യപ്പെടും. ഓക്കെ, നേരത്തെ നമ്മൾ ഇവിടെ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ആയിട്ട് 35,000 ആണ് കണ്ടുപിടിച്ചത്, അത് നമുക്ക് റിവേഴ്സ് ചെയ്യണമല്ലോ അല്ലേ. അപ്പോൾ റിവേഴ്സ് ചെയ്തിട്ട് ബാക്കി എത്ര ഉണ്ട്, 7,000 ആണ് റിവേഴ്സ് ചെയ്യാനുള്ളത്. ആകെ കറക്റ്റ് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് 28,000 ആയുള്ളൂ. നമ്മൾ 35,000 എന്ത് ചെയ്തു, ഉണ്ട്. അപ്പോൾ അതെന്ത് ചെയ്തിരിക്കുകയാണ് നമ്മൾ, അത് അതിൻ്റെ റിവേഴ്സ് ചെയ്യപ്പെടുന്ന എൻട്രിയാണ് 35,000ൽ നിന്ന് ഈ ഒരു 28,000 കുറയ്ക്കുക. അപ്പോൾ ഓപ്പണിംഗ് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ആണ്. ദെൻ 1 ഏപ്രിലാണ് കേട്ടോ, 1 ഏപ്രിൽ 31 മാർച്ചാണ് വരുന്നത്. ഓക്കെ, 1 ഏപ്രിൽ 31 മാർച്ചാണ് ഇവിടെ. ഡേറ്റിൽ ചെറിയ വ്യത്യാസം, അത് കാര്യമില്ല, ഡേറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, നോക്കാം. അപ്പോൾ ഓപ്പണിംഗ് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി മൈനസ് ക്ലോസിംഗ് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി. അപ്പോൾ ഓപ്പണിംഗ് ഡെഫേർഡ് ടാക്സ് എത്ര ഉണ്ടായിരുന്നു ഇവിടെ, ഓപ്പണിംഗ് ഡെഫേർഡ് ടാക്സ് എന്ന് പറയുമ്പോൾ 35,000 ഉണ്ടായിരുന്നു. ക്ലോസിംഗ് ഡെഫേർഡ് ടാക്സ് വന്നപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് വന്നപ്പോൾ എത്രയേ ഉള്ളൂ, 28 ഉള്ളൂ. അതൊന്ന് മൈനസ് ചെയ്താൽ എൻ്റെ റിവേഴ്സൽ ടെമ്പററി ഡിഫറൻസ് കിട്ടും. ഓക്കെ, ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് 1-2 തവണ കണ്ടു നോക്കുക കേട്ടോ. ഓക്കെ, ഇനി വേറെ ഇല്ലസ്ട്രേഷൻ നോക്കൂ. എൻ എൻറ്റിറ്റി PPE ക്യാരിങ് വാല്യൂ 1,20,000 റീവാല്യൂഡ് അറ്റ് 1,60,000 അല്ലേ. അപ്പോൾ എൻറ്റിറ്റീൻ്റെ ക്യാരിയിങ് വാല്യൂ എന്ന് പറയുന്നത് 1,20,000 ആയിരുന്നു, അത് റീവാല്യൂ ചെയ്ത് 1,60,000 എടുത്തു. റേറ്റ് ഓഫ് ടാക്സ് 30% ആണ്. ഇവിടെ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി എന്താണെന്ന് നോക്കുക. എൻട്രി ടു ബി പാസ്റ്റ്, ജനറൽ എൻട്രി ഉണ്ട്, അതൊന്നും പാസ് ചെയ്യുക. ഓക്കെ, നോക്കൂ. അപ്പോൾ ഇവിടെ സൊല്യൂഷൻ വരുന്നത് ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ്. ആദ്യം നമ്മൾ കാണേണ്ട എന്താണ്, ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് ആണല്ലേ. ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് നമ്മൾ കാണുക. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ 1,20,000 തന്നിട്ടുള്ളത്. നോക്കുക, 12 lakh ഉണ്ട്. ദെൻ ഇവിടെയും 16 lakh ആണ് കേട്ടോ, ഒരു സീറോൻ്റെ കുറവുണ്ട്, ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കൂ. ഇവിടെ ക്വസ്റ്റ്യൻ ഇപ്പോൾ 1 lakh ഞാൻ ഇവിടെ 0 അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്, നോക്കുക. അപ്പോൾ എൻറ്റിറ്റിയുടെ PPE, അതായത് അവിടെ പ്ലാന്റ് പ്രോപ്പർട്ടി ആൻഡ് എക്യുപ്മെൻറ്റ് വാല്യൂ എന്ന് ക്യാരിയിങ് വാല്യൂ എന്ന് പറയുന്നത് 12 lakh, റീവാല്യൂ ചെയ്തതെന്ന് പറയുമ്പോൾ 16 lakh ആണ്. റേറ്റ് ഓഫ് ടാക്സ് 30% ആണ്. നോക്കാം. അപ്പോൾ ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അത് രണ്ടും കൂടി എന്ത് ചെയ്യുക, കുറക്കുന്നതായിരിക്കും അല്ലേ. അതായത് ക്യാരിയിങ് വാല്യൂവും റീവാല്യൂഡ് വാല്യൂവും കൂടി കുറച്ചാൽ എന്ത് കിട്ടും, അതിന് ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് കിട്ടും. ദെൻ ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് കിട്ടിയാൽ ആ ടാക്സബിൾ ടെമ്പററി ഡിഫറൻസിൻ്റെ മേലെ എന്ത് ചെയ്യുക, 30% ആണ് നമ്മൾ ടാക്സ് റേറ്റ് തന്നിട്ടുള്ളത്, അത് കിട്ടിയാൽ നമുക്ക് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി കിട്ടും അല്ലേ. അപ്പോൾ ജനറൽ എൻട്രി എങ്ങനെയാണ് വരിക, PPE അക്കൗണ്ട് ഡെപ്റ്റർ 4 lakh ടു റീവാലുവേഷൻ സർപ്ലസ് അക്കൗണ്ട് വരും. റീവാലുവേഷൻ സർപ്ലസ് അക്കൗണ്ടാണ്. ഓക്കെ, ദെൻ പിന്നീട് എന്ത് ചെയ്യണം, ഡിവാലുവേഷൻ സർപ്ലസ് അക്കൗണ്ട് റെക്കഗ്നൈസ് ചെയ്യണം. അവിടെ റീവാലുവേഷൻ സർപ്ലസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി അക്കൗണ്ട്. അപ്പോൾ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി അവിടെ എന്ത് ചെയ്തു, റെക്കഗ്നൈസ് ചെയ്തു. ഓക്കെ, 2 കേസിൽ വരുന്നുണ്ട്, 2 എൻട്രി പാസ് ചെയ്യുന്നുണ്ട്. ഒന്ന് PPEൻ്റെ എമൗണ്ട് റീവാലുവേഷൻ സർപ്ലസിലേക്ക് പോകുന്നതും, ദെൻ റീവാലുവേഷൻ സർപ്ലസിൽ നിന്ന് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി റെക്കഗ്നൈസ് ചെയ്യുന്നതുമായിട്ടുള്ള ജേർണൽ എൻട്രി. അപ്പോൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്, ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് ആദ്യം കാണുക, എൻ്റെ മേലെ ടാക്സ് എമൗണ്ട് കൂട്ടിയാൽ എന്ത് കിട്ടും, ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി കിട്ടുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഭാഗത്ത് ഇൻകം ടാക്സ് എന്ന് പറയുന്ന ഇന്ത്യ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 12. അപ്പോൾ മനസ്സിലാവുന്നില്ല, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ 1-2 തവണ വീഡിയോ കാണുക. കാരണം ഇത് പുതിയ കൺസെപ്റ്റാണ്, അപ്പോൾ അതുകൊണ്ട് മനസ്സിലാവാൻ ഇച്ചിരി പ്രയാസം ഉണ്ടാവും. എന്തെങ്കിലും ഡൗട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.